കെട്ടിത്താ ദേവാ. വൈദേഹിക്ക് വേണ്ടി അവൻ പൂവെടുത്ത് വെച്ചിരിക്കുന്നു. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വൈദേഹി എന്നേക്കുമായി അകന്നു പോയെന്നാണോ, അതോ എല്ലാരും ചേർന്ന് അകറ്റുകയാണെന്നാണോ? ഈ ചെടിയിൽ ഇങ്ങനെ ദിവസവും പൂവുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിൽ പൂക്കുന്ന ഓരോ പൂവും നിന്റെ ഈ മുടി ചൂടാനുള്ളതാ. സത്യമാണോ ദേവേട്ടാ? അതെ. നീ എന്റെ വൈദേഹി തന്നെയാ, സംശയമില്ല. എനിക്കിപ്പോ 100% ഉറപ്പായി. ആ പൂവ് വൈദേഹിക്ക് അവകാശപ്പെട്ടതാണ്. അത് നിന്റെ അടുത്തേക്ക് വന്നു ചേർന്നെങ്കിൽ നീ തന്നെയാണ് വൈദേഹി. ഞാൻ വരാം വൈദേഹി, നിന്റെ അടുത്തേക്ക് ഞാൻ വരാം. ദേവാ 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 മോനെ ദേവാ. വൈദേഹി, വൈദേഹി. നീ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. നീ അത് എത്ര വട്ടം പറഞ്ഞതാ, എന്നിട്ടും എനിക്കത് ചെവിക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷെ നീ തന്നെയായിരുന്നു സത്യം. നീ തന്നെയാണ് എന്റെ വൈദേഹിയും.
ദേവേട്ടൻ തന്നെ എന്നെ തിരിച്ചറിയണം. ദേവേട്ടൻ തിരിച്ചറിഞ്ഞാലേ നമ്മുടെ ബന്ധം നിലനിൽക്കുമെന്ന് പറഞ്ഞില്ലേ? ദാ ഇപ്പൊ തിരിച്ചറിഞ്ഞു. നീ തന്നെയാണ് എന്റെ വൈദേഹി. നീ എന്റെ ജീവനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അമ്മേ, ഇവളെന്റെ വൈദേഹി തന്നെയാ. ഉറപ്പാ ആരാധ്യ, ഇവളെന്റെ വൈദേഹിയാ. അച്ഛാ, ഇതെന്റെ വൈദേഹി തന്നെ അച്ഛാ. എന്തു ഇവള് നമ്മുടെ വൈദേഹിയാ? പറ്റിയേ? എന്തോ ശരിക്കും പറ്റിയിട്ടുണ്ട്. വീണ്ടും അവൻ പഴയ പുരാണം തുടങ്ങിയിരിക്കുകയാണല്ലോ. ഇവളെപ്പോഴാ നിനക്ക് വൈദേഹിയായേ? എന്താ ദേവ നിനക്ക് പറ്റിയേ? അതെ, എന്തോ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിപ്പോഴല്ല. ഇതിനിടയ്ക്ക് എപ്പോഴോ എനിക്ക് എന്തോ സംഭവിച്ചു. ഏതോ ഒരു മായ എന്റെ കണ്ണുകളെ മറച്ചു. ദാ ഇപ്പോഴാ ആ മായ എന്റെ കണ്ണീന്ന് മാറിക്കെട്ടിയത്. സത്യത്തെ തിരിച്ചറിയാനും കഴിഞ്ഞു. ഇവള് തന്നെ എന്റെ വൈദേഹി, എന്റെ ജീവൻ. എന്താ ദേവത്, അവൾ എപ്പോഴും നിന്റെ വൈദേഹിയായത്? അവള് വൈശാലിയാണെന്നുള്ള കാര്യം തെളിഞ്ഞതല്ലേ? പിന്നെ നീ എന്തിനാ മോനെ ഈ വൈദേഹി പുരാണം തുടങ്ങുന്നത്? അയ്യോ, അങ്ങനെയല്ലമ്മേ. ഇതുവരെ ഞാൻ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു. സാക്ഷി, തെളിവ്, കോടതി, കേസെന്നും പറഞ്ഞ് മനസ്സിനെ ഞാൻ മാറ്റി നിർത്തി. എന്റെ കണ്ണുകളെ മാത്രം വിശ്വസിച്ചു. കൺമുമ്പിൽ ഈ വൈദേഹി ഉണ്ടായിരുന്നിട്ടും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇപ്പൊ എന്റെ മനസ്സ് എന്നോട് പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇത് തന്നെയാണ് എന്റെ ശരിക്കുള്ള വൈദേഹിയെന്ന്. എടാ ദേവ, എന്താടാ ഇത്? എന്ത് ചെയ്താലും അതെന്റെ സന്തോഷത്തിന് വേണ്ടി ആയിരിക്കുന്നല്ലേ പറഞ്ഞേ? അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ച 100 അല്ല, അതിനും അപ്പുറത്തേക്ക് നിരവരെ ഉണ്ടാകുമെന്നല്ലേ പറഞ്ഞത്? ഇതാണ് എന്റെ സന്തോഷം. ഇത്രയും നാൾ എന്നിൽ നിന്ന് അകന്ന സന്തോഷം അല്ല, ഇത്രയും നാൾ ഞാൻ അകറ്റി നിർത്തിയ എന്റെ സന്തോഷം ഇന്നതെന്റെ കൺമുമ്പിൽ തന്നെയുണ്ട്.
എന്താ ദേവ ഇത്? ആരാധ്യ എത്ര ബുദ്ധിമതിയാണെന്ന് നിനക്കറിയാലോ. നീ വൈദേഹി അല്ലാന്ന് പറഞ്ഞപ്പോഴും അവൾ ഒരുപക്ഷെ വൈദേഹി ആയിരുന്നെങ്കിലെന്നാണ് പറഞ്ഞത്. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഈ വീട്ടിൽ താമസിക്കാൻ അവളാണ് അനുവദിച്ചത്. എന്നിട്ടും അവള് ശരിക്കുള്ള വൈദേഹി അല്ലാന്നല്ലേ തെളിഞ്ഞത്. ഈ സമയം വരെ അത് വിശ്വസിച്ച നീ ഇപ്പൊ എന്തുകൊണ്ടാണ് അവൾ വൈദേഹിയാണെന്ന് പറയുന്നത്? ഇനി ആരാധ്യയെ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലാത്തോണ്ട് പറയുന്നതാണോ? എന്റെ മനസ്സിലും ജീവിതത്തിലും വൈദേഹി ഉള്ളിടത്തോളം കാലം മറ്റൊരാളെ ഇഷ്ടപ്പെടാൻ കഴിയോ ഇല്ലെന്നുള്ള ചിന്ത പോലും എന്റെ മനസ്സിനെ ബാധിക്കില്ലടത്തി. ഇതെന്താ നീ ഇപ്പൊ ഇങ്ങനെ പറയുന്ന ദേവ? ഇത് അവളുമായി കല്യാണം ആലോചിച്ചപ്പോ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇതുവരെ എത്തില്ലായിരുന്നല്ലോ. ഊർമിള, നീ ഒന്നും മിണ്ടാതിരുന്നേ. നിനക്കെന്തോ പറ്റിയിട്ടുണ്ട് ദേവ. അല്ലായിരുന്നെങ്കിൽ വൈദേഹി ഇല്ല എന്ന് വിശ്വസിച്ചിരുന്ന നീ ഒരു 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഇങ്ങനെ മാറിപ്പോയി? നിനക്ക് എന്തോ പറ്റി ദേവ? ഇപ്പൊ എന്ത് തെളിവ് കണ്ടിട്ടാ ഇവള് വൈദേഹിയെന്ന് നീ പറയുന്നത്? ഞാൻ വിശ്വസിക്കുന്നത് എന്റെ മനസ്സിനെയാ. ആ മനസ്സ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മേ. എന്നാ ആ മനസ്സിന് തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുക ദേവ. അവള് വൈദേഹിയാണെങ്കിൽ ശാന്തി ചെറിയമ്മയുടെ മോളും ആയിരിക്കണ്ടേ. പക്ഷെ DNA ടെസ്റ്റിൽ നെഗറ്റീവ് എന്നല്ലേ വന്നത്? അത് ശരിയാ. ഈ ഒരു കാരണം മതിയല്ലോ ഇവള് വൈദേഹി അല്ലാന്ന് തെളിയാൻ. അത് മാത്രമല്ലല്ലോ ദേവ, ഇവള് ശരിക്കും വൈദേഹിയായിരുന്നെങ്കിൽ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഗുരുക്കള് ആരാധ്യയുമായി നിന്റെ കല്യാണം നടക്കുമെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അച്ഛാ, അച്ഛൻ എങ്ങനെയൊക്കെ ചോദിച്ചാലും എനിക്കൊരു ഉത്തരം മാത്രമേ പറയാനുള്ളൂ. എന്റെ മനസ്സ് എന്നോട് പറയുന്നത് മാത്രമേ ഞാൻ വിശ്വസിക്കൂ. ഇവൾ എന്റെ വൈദേഹി തന്നെയാ. അന്നെടുത്ത റിപ്പോർട്ട്സിൽ ഒരുപക്ഷെ തെറ്റ് സംഭവിക്കാലോ. പിന്നെ രാജഗുരുക്കൾ എന്തുദ്ദേശത്തോടെ അങ്ങനെ പറഞ്ഞെന്നും എനിക്കറിയില്ല. പക്ഷേ എന്റെ ഈ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇവൾ എന്റെ വൈദേഹി തന്നെയാ, എന്റെ പ്രിയപ്പെട്ടവൾ. എന്റെ ജീവിതത്തിൽ അവൾക്കല്ലാതെ മറ്റൊരാൾക്കിനി സ്ഥാനം ഉണ്ടാവില്ല. അച്ഛൻ വാക്ക് കൊടുത്തത് നിന്റെ മുമ്പിൽ വെച്ചല്ലായിരുന്നോ? നിനക്ക് മനസ്സില്ലാന്ന് പറഞ്ഞ് അച്ഛന്റെ വാക്ക് തെറ്റിക്കണമെന്നാണോ? അച്ഛൻ അന്ന് കൊടുത്ത വാക്ക് മാത്രമേ നിനക്ക് ഓർമ്മയുണ്ടാവൂ. പക്ഷെ പാലിക്കാൻ കഴിയാത്ത വാക്കുമായി നിന്റെ അച്ഛന് ജീവിക്കാൻ സാധിക്കില്ല എന്ന് മറക്കണ്ട. അച്ഛൻ വാക്ക് കൊടുത്തൊക്കെ ശരി തന്നെയാ. പക്ഷേ
ആ ഒരു വാക്കിന്റെ പേരിൽ സത്യം മറച്ചു വെച്ച് ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കണമെന്നാ പറയുന്നത്? ഇപ്പൊ കേട്ടല്ലോ അങ്കിൾ, കുറച്ചു മുമ്പല്ലേ ഞാൻ പറഞ്ഞത് എപ്പോഴാ എന്താ സംഭവിക്കാന്ന് അറിയില്ലെന്ന്. 2 മാസം പോയിട്ട് 20 മിനിറ്റ് പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും അങ്കിള് തന്ന വാക്കും ശരി, എന്റെ വിശ്വാസവും ശരി, എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. അച്ഛൻ തന്ന വാക്കിന്റെ വില ഇത്രേ ഉണ്ടായിരുന്നുള്ളോ? അപ്പൊ നീ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്ന ആരാധ്യ? അവൾ എന്റെ വൈദേഹിയാണെന്ന് അറിഞ്ഞോണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിച്ച് ജീവിക്കണമെന്നാണോ? ഇതുവരെ ഞങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാതിരുന്ന നിനക്ക് വേണ്ടി എന്റെ ഈ ബന്ധം ഞാൻ ഉപേക്ഷിക്കണമെന്നാണോ പറയാ ആരാധ്യ? മതിയാക്ക് ദേവാ. നിന്റെ വിശ്വാസങ്ങളാണ് നിനക്ക് വലുതെങ്കിൽ നിന്റെ തീരുമാനം നടക്കട്ടെ. ഈ ദശരഥ രാമവർമ്മയുടെ ജീവിതത്തിൽ ഇതുവരെ വാക്ക് പാലിക്കാതിരുന്നിട്ടില്ല. സത്യത്തിൽ ഇവള് വൈദേഹിയാണെങ്കിൽ, നിന്റെ വിശ്വാസം ശരിയാണെങ്കിൽ, അതായിരിക്കും എന്റെ ഏറ്റവും വലിയ സന്തോഷവും. പക്ഷേ ഞാൻ കൊടുത്ത വാക്ക് മറ്റൊരു വ്യക്തിയുടെ മനസ്സിൽ ആഗ്രഹങ്ങളുടെ വിത്ത് പാകിയിട്ടുണ്ട്. നിന്റെ ഈ തീരുമാനം കൊണ്ട് ആ ആഗ്രഹവും മരണപ്പെടും. അപ്പോ ഞാൻ കൊടുത്ത വാക്ക് മരണപ്പെട്ടു എന്നർത്ഥം. എന്നുവെച്ച എന്റെ വാക്കിന് വിലയില്ലാതായിരിക്കും. അതോടെ എന്റെ വാക്കിനൊപ്പം എന്റെ ജീവിതം ഇല്ലാതാകും. എനിക്കറിയാം അച്ഛ, വാക്ക് പാലിക്കാൻ കഴിയാതെ വന്ന അച്ഛന്റെ ജീവൻ പോകുന്നു. പക്ഷെ എന്റെ ജീവന്റെ ജീവനായ വൈദേഹി എനിക്ക് എങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റും അച്ഛ? ഒന്ന് കെട്ടി തരുന്നുണ്ടോ ദേവാ? ഞാൻ തന്നെ തിരിച്ചറിയണമെന്ന് അവള് പറഞ്ഞത്. എന്റെ മനസ്സിനകത്ത് നീയാണ് ഉള്ളതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ബന്ധം വിജയിക്കുമെന്ന് നീ പറഞ്ഞു. ഞാൻ തിരിച്ചറിഞ്ഞല്ലോ വൈദേഹി. പക്ഷേ ആ ബന്ധം പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് വൈദേഹി. ഇപ്പൊ നീയാണ് എന്റെ വൈദേഹി എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തുറന്നു പറഞ്ഞ ഇവിടെ എന്താ സംഭവിക്കാന്ന് എനിക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. നമ്മുടെ ഈ ബന്ധം നിലനിൽക്കാൻ വേണം.
അപ്പൊ അച്ഛന്റെ ജീവനും ആപത്തുണ്ടാവരുത്. അച്ഛൻ ജീവിച്ചിരിക്കണമെങ്കിൽ അച്ഛന്റെ വാക്ക് പാലിക്കപ്പെടണം. പക്ഷെങ്കിൽ നിനക്കല്ലാതെ മറ്റാർക്കും എന്റെ മനസ്സിൽ ഒരിക്കലും ഒരു സ്ഥാനവും ഉണ്ടാവില്ല. നീ മാത്രമായിരിക്കും എന്നും എന്റെ സ്വന്തം. ആ സ്ഥാനം മറ്റാർക്കും കൈയടക്കാൻ ഒരിക്കലും കഴിയില്ല വൈദേഹി.